നാടൻ രീതിയിലുള്ള ഫുഡ്. കൊച്ചുള്ളിയാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് കണ്ടോ. ഒരേത്തക്കാപ്പം ഉള്ളത് ഇങ്ങ് എടുത്തോ അമ്മേ. ഹായ് കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്ന് ട്രിവാൻഡ്രം MC റോഡ് വഴി പോകുമ്പോൾ പുലിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മ ഉണ്ടാക്കിയ ആഹാരം കഴിച്ചിട്ടുണ്ട്. ഈ കടയ്ക്ക് പേരുണ്ടോ? പേരൊന്നുമില്ല. അമ്മയുടെ പേരെങ്ങനായിരുന്നു? എൻ്റെ പേര് കമലമ്മ. എത്ര വയസ്സുണ്ട് അമ്മയ്ക്കിപ്പം? എനിക്കിപ്പം 75 വയസ്സ്. 75 വയസ്സായ അമ്മച്ചി നടത്തുന്ന കടയാണിത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കപ്പയും ബീഫും അതുപോലെ തന്നെ പഴംപൊരി പിന്നെ ചായയും കാപ്പിയൊക്കെ ഉണ്ട്. അല്ലാതെ ചോറൊന്നുമില്ല. രാവിലെ 9 മണിക്ക് തുടങ്ങി എത്ര മണി വരെ ഉണ്ട്? വൈകിട്ട് 7 മണി വരെ കാണും. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ലേറ്റായിപ്പോയി. ഏകദേശം തീരാറായ സമയത്താണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഈ വഴി പോയപ്പോൾ കയറിയതാണ്. നേരത്തെ ഇതുപോലെ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്നത്. അങ്ങനെ തേടി പിടിച്ച് വരുമായിരുന്നു. വന്ന് കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ രണ്ടാമതും വന്നതാണ്. അതിപ്പോൾ നമുക്കൊരു ചെറിയ ചാനലുണ്ട്. അന്നേരം അതിൽ ഇട്ടിട്ട് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ വഴി പോകുന്നവരെ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ കയറണം അല്ലേ. അപ്പം നമുക്കിവിടെ ഒരു റേറ്റ് ഉണ്ടല്ലോ. ആ റേറ്റ് എത്ര രൂപയാണ്? 140 രൂപ പോലെ. കപ്പയ്ക്കും ബീഫിനും കൂടി 140 രൂപ. നമ്മുടെ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ബീഫാണ്. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ പണ്ട് കാലം തൊട്ട് നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ്. അത് അനുഭവിച്ചറിയണം, അത്രയ്ക്ക് ടേസ്റ്റാണ്. ആരാമ്മയെ സഹായിക്കാൻ ഇവിടെ ഉള്ളേ? മൂത്ത മോള് കൊച്ചുപോലും ഉണ്ട്. ഇപ്പൊ ഒരാഴ്ച കൊണ്ട് വിളിച്ച പോക്ക് വയ്യ അടക്കുക. അമ്മ തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നേ. എത്ര മണിയാകുമ്പോൾ കടയിൽ തുറക്കും? കട 5:30 വരും. 5:30 തുറക്കും. 7 മണി വരെയുണ്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം കൊച്ചുള്ളിയാണല്ലോ ഇടുന്നത് ബീഫിനകത്ത്. ഇതൊക്കെ എപ്പോഴിരുന്ന് പൊളിക്കുന്നത്? വന്നു കഴിഞ്ഞിട്ടാണോ അതോ? അല്ല, പൊളിച്ച് വൈകിട്ട് വീട്ടിൽ കൊണ്ടുപോകും പൊളിക്കാൻ. എന്നിട്ട് അവിടുന്ന് പൊളിച്ചിട്ട് രാവിലെ 5 മണിയാകുമ്പോൾ കൊണ്ടുവരും. അരി, തേങ്ങ, ഇഞ്ചി, പച്ചവളവും വെളുത്തുള്ളി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടാ പോയത്. അപ്പം ഉറക്കമുണ്ടോ? ഉറക്കമില്ല, ഊണൊന്നും ഇല്ലാതെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഇത്ര ഇപ്പൊ 10-15 മണിയാവും ചെന്ന് കിടക്കുമ്പോ. വെളുപ്പിനെ എണീറ്റ് വരികയും ചെയ്യണം. വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ ദിവസം നമുക്ക് വേണ്ടി ഇത്രയും നല്ല ടേസ്റ്റുള്ള ഫുഡ് ഇവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വഴി പോകുമ്പോൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയുണ്ട് ഫുഡ് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ നേരത്തെ വന്നിട്ടുള്ളത് കൊണ്ട് അമ്മച്ചിയെ നല്ല പരിചയമാണ്. അന്ന് ഞങ്ങൾ കുറേ സംസാരിച്ചായിരുന്നു. കാരണം നമ്മളുടെ കൃഷി വീഡിയോയെ പറ്റിയൊക്കെ സംസാരിച്ചായിരുന്നു. ഇവിടുത്തെ അച്ഛന് നന്നായിട്ട് കൃഷി ചെയ്യുവേ. അച്ഛനെ ഒന്ന് കാണിച്ചേ ചേട്ടാ. നല്ല രീതിയിൽ ഇവിടെ കൃഷി ചെയ്യുന്ന, ഈ കൊട്ടാരക്കരയിൽ കൃഷി ചെയ്യുന്ന, ഒരുപാട് കൃഷി ചെയ്യുന്നവരിൽ ഒരാളാണ്. അപ്പം ഇപ്പം ഈ കട ഇപ്പോൾ എത്ര നാളായിട്ടുണ്ടമ്മ ഇവിടെ? ഉണ്ടായിരുന്നു നേരത്തെ അല്ലേ. ഇപ്പം ഇവിടെ 2 കൊല്ലമായിട്ടുണ്ട്. നല്ല രീതിയിൽ ആളുകളൊക്കെ വരുന്നുണ്ടോ? ഉണ്ട്. നല്ല രീതിയിൽ പോകുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയുമോ? നല്ല ഫുഡാണ് ഇവിടുത്തത്. അതുകൊണ്ട് ഇത് കണ്ടോ, നാടൻ രീതിയിലുള്ള ഫുഡ്. കൊച്ചുള്ളിയാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് കണ്ടോ. ഒരേത്തക്കാപ്പം ഉള്ളത് ഇങ്ങ് എടുത്തോ അമ്മേ. ഇതേ കണ്ടോ, കൊച്ചുള്ളി വെച്ചിട്ടുള്ള ബീഫ് കറിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഇതുപോലെ പഴംപൊരിയും ബീഫും ഇല്ലായിരുന്നു, തീർന്നു. കട അടയ്ക്കാറായപ്പോഴാണ് ഞങ്ങൾ വന്നത്. ആദ്യം പഴംപൊരി നോക്കാവേ. പഴംപൊരിയും ബീഫും ഭയങ്കര കോമ്പിനേഷനാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നേ. ഇപ്പം രണ്ടാമത് ഇപ്പോഴാണ് കഴിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. ബീഫ് കറി സൂപ്പറാണ്, പറയാതിരിക്കാൻ മേല. ഇനി കപ്പ കഴിക്കാം. ഇപ്പോഴൊക്കെ എല്ലാവരും പിന്നെ കുക്കറിലൊക്കെ ഇട്ട് വെച്ചല്ലേ ബീഫൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് അടുപ്പത്ത് തന്നെ വെന്ത് കിടക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വേകുകയും ചെയ്യും. കണ്ടോ, അടിപൊളിയാണ്. പല ഫേമസ് ബ്ലോഗർമാരും ഇവിടെ വന്ന് വീഡിയോ എടുത്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ്, ആ വീഡിയോസ് കണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ തപ്പിപ്പിടിച്ച് വന്നത് കേട്ടോ. അപ്പം ഈ വഴി എപ്പോൾ പോയാലും ഞങ്ങളിവിടെ കയറണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾ പോകുമ്പോഴും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കയറണം. അതുപോലത്തെ അടിപൊളി ഫുഡാണ്. നമ്മൾ അമ്മച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ 2 പേർക്ക് അമ്മ വിളമ്പി കൊടുത്തിട്ടാണ് നമ്മളോട് സംസാരിച്ചത്. ഇവരുടെ അഭിപ്രായം ഒന്ന് ചോദിക്കാം. നല്ല ഫുഡാണ്. രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. തേടി പിടിച്ച് വന്നതാണോ?
ആദ്യം തേടി പിടിച്ച് ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടിട്ട് വന്നതാ. ആ. പിന്നെ ഇപ്പൊ അനിയനുമായിട്ട് വന്നതാ. ഇഷ്ടപ്പെട്ടു രണ്ടുപേരും. സൂപ്പർ ഫുഡാണ്, എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാം. അതെ highly recommend ആണ്. ഇതുപോലെ നാടൻ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളും പോരി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.